ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നല്ല ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ വർക്കൗട്ടും ജേർണലിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. നമ്മൾ മാക്സിമം നേരത്തെ ഉറങ്ങാനും നേരത്തെ എഴുന്നേൽക്കാനും ശ്രദ്ധിക്കാം. ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ദുബായിൽ നടക്കുമ്പോഴും ഈ ജോലിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നീ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളത്. അത് എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. എൻ്റെ ഒരു മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ എന്താണ് നടക്കുന്നത് നമ്മളെപ്പോഴും അവെയർ ആയിട്ടിരിക്കണം. നമ്മുടെ മൈൻഡിനൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കാലത്തെ നമ്മുടെ വിഷമങ്ങളും വരാനിരിക്കുന്ന പേടിയെയും നമ്മളെ കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് ഇട്ടുന്നത് നമ്മളെ പേടിപ്പെടുത്തുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാം. നമ്മളത് മനസ്സിലാക്കിയെന്നും ഇനി മുതൽ ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സ് ഈ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള പ്രോബ്ലംസിനെ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് മനസ്സിലാക്കുകയും അതിന് പകരം ആ നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 നല്ല ചിന്തകളെ അതിന് പകരമായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ നമ്മളതിന് നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുന്നു. ഇപ്പം നമ്മുടെ ജോബ് പോയി, ഈ ഒരു ക്രൈസിസ് കാരണം നമ്മുടെ ജോബ് പോയി, അല്ലെങ്കിൽ സാലറി ഡിഡക്ഷൻ വന്നു, അങ്ങനെ കുറേ ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ദുബായിൽ ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെഗറ്റീവ് മാത്രം എന്താ ചിന്തിക്കും, ചിലപ്പോൾ ഈ ജോബ് പോയി നല്ലൊരു ജോബ് കിട്ടാനായിരിക്കും. ഓക്കെ, സാലറി ഡിഡക്ഷന് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഡിഡക്ഷൻ കാരണം വേറെ നമ്മളൊരു ഇൻകം സോഴ്സ് കണ്ടെത്തുമായിരിക്കും. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്താലും നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം. ഐ ഡോണ്ട് വോണ്ട് ടു തിങ്ക് നെഗറ്റീവ് നോ എന്ന് പറഞ്ഞിട്ട് എപ്പോൾ മുതൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു, എപ്പോഴും നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് അടിച്ച് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും. നമ്മളെ മനസ്സിൽ എന്തൊക്കെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് അപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ ഡിലീറ്റ് അടിച്ച് ഒഴിവാക്കുകയും എന്ത് ബാഡ് തോട്ട്സ് വരുമ്പോൾ അപ്പം തന്നെ ഡിലീറ്റ് എനിക്കിത് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ കാര്യമാണ്, ഞാൻ ആ സമയത്ത് ഇത് ആലോചിച്ച് ഒരുപാട് കരഞ്ഞതാണ്, ഇനി എനിക്ക് അങ്ങോട്ട് കരയാൻ പറ്റില്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് മൂവ് ഓൺ ആവാം. ഇതാണ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാനതാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സപ്പം കൊണ്ട് നടും, നിന്നോട് പണ്ട് അന്ന് അങ്ങനെ ഒരാൾ ചെയ്തില്ലേ, അല്ലെങ്കിൽ നീ ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു വന്നാൽ അപ്പം തന്നെ ഞാൻ എൻ്റെ മൈൻഡിനോട് പറയും, സോറി, ഐ ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ് നൗ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് വറീസ് വരുമ്പോൾ ഞാൻ ഇതന്നെയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്ത് നോക്ക്, നല്ല ഡിഫറൻസ് ലൈഫിൽ കാണാൻ സാധിക്കും. ഈ ചിന്തകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ യുവർ മൈൻഡ് എന്നാ പറയാം. എപ്പോഴും നമ്മളെ മൈൻഡിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ തന്നെ വരും. സോ ചെയ്ത് നോക്കുക. ബി ഹാപ്പി ഓൾവേസ്, എൻജോയ് ദ ലൈഫ്. ബൈ.